നാരായണീയത്തിലെ 6ാമത്തെ ദശകം എത്തുമ്പോൾ ഭഗവാന്റെ ആ ഒരു വിശ്വരൂപം അങ്ങോട്ട് വർണ്ണിക്കുക. അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയോ? എങ്ങനെ വേണം എന്നുള്ളത് മരിക്കുമ്പോൾ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി. അങ്ങനെയല്ലേ തുടങ്ങണത്? നാരായണീയക്കാർ ഇവിടെ ഉണ്ടല്ലോ, നാരായണീയ സമിതിയൊക്കെ ഉണ്ടല്ലോ, കാടാമ്പുഴ പൂവാരക്കൊക്കെ നമിക്കുക ഞാൻ സാറിനെയൊക്കെ. അത് കാരണം കുറേ ആൾ ചെയ്തുല്ലോ. നമ്മൾ കാരണം 4 ആൾ അങ്ങോട്ട് രാമായണം വായിക്കുക, 4 ആളാണ് നാരായണീയം പഠിക്കുക. ഇതിലും വലിയൊരു പുണ്യം എന്താ ഉള്ളത്? ഈ പാതാളമൊക്കെ ഭഗവാനെ അങ്ങയുടെ ഓരോ ഭാഗങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വർണ്ണിക്കുകയാണ് ഭഗവാന്റെ വിശ്വരൂപം. അവസാനം പറയാ ഈ ദൃഗ്ജഗന്മയവ പുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. ഈ ജഗന്മയവഭൂ സ്തവ കർമ്മഭാജാം. ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോ കർമാവസാന സമയേ, ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവസാന സമയത്ത് ഹേ കൃഷ്ണ അങ്ങയെ സ്മരിക്കാൻ തോന്നിപ്പിക്കണമേ. എപ്പോഴാ കർമാവസാനം? മരണം തന്നെ. മരിക്കുന്ന സമയത്ത്, മരണമെത്തുന്ന സമയത്ത് കൃഷ്ണ അങ്ങയെ സ്മരിക്കാൻ തോന്നിപ്പിക്കണമേ. ക്രൂരമ്മയെ പോലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ തോന്നിപ്പിക്കണമേ ജഗദീശ്വര എന്നാണ് ജടായുഗതി ഓർമ്മിപ്പിക്കുന്നത്. രാമചന്ദ്രനെ കണ്ട് മരിച്ചില്ലേ, എന്നിട്ട് എന്താ പറയുന്നത്? നിരുന്തിരോഗാൻ. ഈ ആദ്യത്തെ 2 അധ്യായങ്ങളിലും പറയില്ല, സന്തോഷത്തോട് ഓടിപ്പോയി ഇരുന്നൊക്കെ മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞു ഇത്രേ, നേരെ പോയി എന്താ മത്സ്യാവതാരം തൊട്ടുകൊണ്ട് പറഞ്ഞിക്കുക. എന്നിട്ട് 2 അധ്യായം കഴിഞ്ഞപ്പോൾ വാദത്തിന്റെ അസ്കിയത അങ്ങോട്ട് തുടങ്ങി. അപ്പോ പിന്നെ തുടങ്ങണതിലൊക്കെ എന്താ അവസാനിക്കണത്? എൻ്റെ അസുഖം മാറ്റണേ മാറ്റണേ. ലോകര് മുഴുവൻ ഇപ്പോ അമേരിക്കയിലേക്ക് വരെ നാരായണീയെ അയച്ചുകൊണ്ടിരിക്കുക. ലോകര് മുഴുവൻ ഇപ്പോ ഇത് അയക്കണേനെ കുറിച്ചാണ് വിളിച്ച് ചോദിക്കുക. ഈ നാരായണീയത്തിന്റെ പുറകെയാ. അപ്പൊ എന്താ, ഒരു ദശകം വായിച്ചങ്ങോട്ട് സമർപ്പിച്ചോളൂ. അപ്പോഴേക്കും സംശയം, 1ഉം 2ഉം ചേർത്ത് വായിക്കണോ, അവസാനത്തെ മാത്രം വായിക്കണോ? ആകെ സംശയം. എന്ത് പറഞ്ഞു കൊടുത്താലും സംശയം തീരലില്ല. അപ്പോൾ സംശയാത്മകമായിട്ട് നമ്മൾ ഭജിച്ചിട്ട് കാര്യമില്ല, ഭഗവാൻ സ്വീകരിക്കില്ല. ഒരു സംശയവും ഇല്ല ഭഗവാനെ, അങ്ങ് എനിക്ക് കാണാൻ പറ്റും. നിങ്ങളാണ് ചിന്തിച്ചു നോക്കൂ, കാണാൻ പറ്റും. അങ്ങനെ ഉറച്ചൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, ഉറച്ച ഒരു ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ കാണാം. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് 99 ദശകം എഴുതുക. അപ്പോൾ ഇതൊക്കെ സമർപ്പിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇത് എഴുതി ഇതൊന്നും മാറുന്നു തോന്നണില്ല, അസ്കിയത കൂടി വരാച്ചിട്ട് സമർപ്പിക്കാൻ പോവുക.